CBSE 10th സ്റ്റാൻഡേർഡ് ഫിസിക്സ് ഹ്യൂമൻ ഐ ആൻഡ് കളർഫുൾ വേൾഡ് എന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ ഐയുടെ പാർട്സ്, അതിൻ്റെ ഫങ്ഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മുടെ സെൻസ് ഓർഗനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഹ്യൂമൻ ഐ അല്ലേ. ഇനി നമ്മുടെ കണ്ണുകൾ ശരിക്കും ഒരു ക്യാമറയെ പോലെയാണ് പ്രവർത്തിക്കുന്നത്. കണ്ണിൻ്റെയും ബ്രെയിനിൻ്റെയും ഒരുമിച്ചുള്ള വർക്കിംഗ് കാരണമാണ് നമുക്ക് വിഷൻ പോസിബിൾ ആകുന്നത്. കണ്ണിൻ്റെ റെസല്യൂഷൻ എന്ന് പറയുന്നത് ഏകദേശം 576 മെഗാ പിക്സലാണ്. നമ്മളതൊരു ഡിജിറ്റൽ ക്യാമറയുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഡിജിറ്റൽ ക്യാമറയ്ക്ക് ഏകദേശം 12 മുതൽ 200 മെഗാ പിക്സൽ മാത്രമേ വരുന്നുള്ളൂ. നമ്മുടെ കണ്ണുകൾക്ക് ഏകദേശം 10 മില്യൺ കളേഴ്സിനെ വരെ ഡിറ്റക്റ്റ് ചെയ്യാൻ കഴിയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ കണ്ണിൻ്റെ സൈസ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. ഇതിൻ്റെ ഡയമീറ്റർ പറഞ്ഞിരിക്കുന്നത് ഏകദേശം 2.4 സെൻറ്റിമീറ്റർ ആണ്. അല്ലെങ്കിൽ 24 മില്ലിമീറ്റർ ആണ് നമ്മൾ സാധാരണ ഇതിൻ്റെ ഡയമീറ്റർ ആയിട്ട് പറയുന്നത്. ശരിക്കും നമ്മുടെ കണ്ണുകൾക്ക് സ്പെറിക്കൽ ഷേപ്പ് അല്ല, പെർഫെക്റ്റ്ലി സ്പെറിക്കൽ ഷേപ്പൊന്നും അല്ല, ചെറുതായിട്ടൊന്ന് ഫ്രണ്ട് പോർഷൻ ചെറുതായിട്ടൊന്ന് ബഡ്ജ് ചെയ്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് ആദ്യത്തെ ഭാഗം കണ്ണിൻ്റെ പാർട്സും അതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ്, നമുക്ക് അതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ടേംസ് എല്ലാം നമുക്ക് ആദ്യമായിട്ട് പഠിക്കാം. ഓക്കെ, ഹ്യൂമൻ ഐ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണെന്നാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. അത് ശരിക്കും സ്കള്ളിലെ ഒരു ബോണി ക്യാവിറ്റിയിലാണ്. ഈ ബോണി ക്യാവിറ്റിയെ പറയുന്നത് ഓർബിറ്റ് എന്നാണ്. ഈ ഓർബിറ്റിലാണ് നമ്മുടെ കണ്ണുകൾ ശരിക്കും സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഈ ഇമേജിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും കണ്ണുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കുറച്ച് മസിൽസ്. ഇതിൻ്റെ യൂസ് എന്ന് പറഞ്ഞാൽ എല്ലാ ഡയറക്ഷനിലും കണ്ണിനെ മൂവ് ചെയ്യിക്കാൻ സഹായിക്കുന്നത് ഈ മസിൽസാണ്. കണ്ണിൻ്റെ ഫ്രണ്ട് വ്യൂവിനെ കുറിച്ചാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വൈറ്റ് പാർട്ട്. കണ്ണിൽ കാണപ്പെടുന്ന ഈ വൈറ്റ് പാർട്ടിനെ പറയുന്നത് സ്ക്ലേറ എന്നാണ്. സ്ക്ലേറയുടെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും കണ്ണിന് നൽകുന്ന പ്രൊട്ടക്ഷനാണ് സ്ക്ലേറയുടെ ഫങ്ഷൻ. സെൻറ്ററിൽ കാണപ്പെടുന്ന ഡാർക്ക് സർക്കിളിനെയാണ് പ്യൂപ്പിൾ എന്ന് പറയുന്നത്. കണ്ണിനുള്ളിലേക്ക് ലൈറ്റ് എൻ്റർ ചെയ്യുന്നത് പ്യൂപ്പിളിലൂടെയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് മിഡിൽ ഭാഗത്തായിട്ട് നമുക്ക് കാണാം കളേർഡ് ആയിട്ടുള്ള ഭാഗം. ഇതിന് പറയുന്നത് ഐറിസ് എന്നാണ്. ഇനി ഞാൻ ഐറിസിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് പറയാം. ഐറിസിന് ശരിക്കും നമുക്ക് സെൻറ്ററിൽ കാണുന്ന പ്യൂപ്പിളിൻ്റെ സൈസിനെ കൺട്രോൾ ചെയ്യിക്കുക എന്നുള്ളതാണ് ഐറിസിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ചില സമയത്ത് പ്യൂപ്പിളിൻ്റെ സൈസ് കൂടേണ്ടതായിട്ട് വരുന്നു, ചില സമയത്ത് പ്യൂപ്പിളിൻ്റെ സൈസ് കുറയേണ്ടതായിട്ട് വരുന്നു. അതിന് കാരണമെന്ന് പറയുന്നത് നമ്മുടെ കണ്ണിനുള്ളിലോട്ട് എത്രത്തോളം ലൈറ്റ് പ്രവേശിക്കണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്യൂപ്പിളിൻ്റെ സൈസ് കൂടുകയും കുറയുന്നതൊക്കെ ചെയ്യുന്നത്. ഇത് നിയന്ത്രിക്കുന്നത് ഐറിസ് ആണ്. ഓക്കെ, ഇവിടെ ഈ പിക്ചറിൽ കണ്ടോ കണ്ണിൻ്റെ കളറ് പലർക്കും പല രീതിയിലാണ്. ശരിക്കും ഐറിസിൻ്റെ കളർ ചേഞ്ചാണ് കണ്ണിൻ്റെ കളറിൽ ചേഞ്ച് വരാൻ വേണ്ടിയിട്ടുള്ള കാരണം. ഈ കളർ ചേഞ്ചിന് ഐറിസിൻ്റെ കളർ ചേഞ്ചിൻ്റെ കാരണമെന്ന് പറയുന്നത് മെലാനിൻ എന്ന് പറയുന്ന പിഗ്മെൻ്റാണ്. മെലാനിൻ പിഗ്മെൻറ്റേഷൻ കൂടുതലാണെങ്കിൽ കണ്ണിന് ശരിക്കും ഡാർക്ക് കളറായിരിക്കും. മെലാനിൻ്റെ പിഗ്മെൻറ്റ് കുറവാണെങ്കിൽ കണ്ണിൻ്റെ കളറ് ലൈറ്റ് ആയിരിക്കും. ഇതിൽ ബ്ലൂ ഐസിലും ഗ്രീൻ ഐസിലും ഒക്കെ മെലാനിൻ പിഗ്മെൻറ്റേഷൻ വളരെ കുറവായിരിക്കും കേട്ടോ. ഇനി നമുക്ക് കണ്ണിൻ്റെ ക്രോസ് സെക്ഷണൽ വ്യൂ എന്താണെന്ന് നോക്കാം. കണ്ണിൻ്റെ ഇൻറ്റേർണൽ പാർട്സൊക്കെ നമുക്ക് ഒന്ന് പറയാം. നിങ്ങൾ കണ്ടോ കണ്ണിൻ്റെ ഏറ്റവും പുറമേ ആയിട്ട് ട്രാൻസ്പാരൻ്റ് ആയിട്ട് കാണപ്പെടുന്ന ഒരു ഭാഗം, ഇതിനെ നമ്മൾ പറയുന്നത് കോർണിയ എന്നാണ്. കോർണിയ ശരിക്കും കണ്ണിന് പ്രൊട്ടക്ഷൻ നൽകുന്ന ഒരു ഭാഗമാണ്. ഇനി ശരിക്കും കണ്ണിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന ലൈറ്റ് ആദ്യമായിട്ട് ഈ കോർണിയയിൽ ടച്ച് ചെയ്തിട്ടാണ് കണ്ണിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത്. എയറിലൂടെ കടന്നു വരുന്ന ലൈറ്റ് കോർണിയയിൽ ടച്ച് ചെയ്യുമ്പോൾ ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്യും. ബെൻഡ് ചെയ്യാനുള്ള കാരണം എന്താണ്? റിഫ്രാക്ഷനാണ്. കാരണം എയറിൽ നിന്നും മറ്റൊരു മീഡിയത്തിലേക്കാണ് ലൈറ്റ് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? ലൈറ്റ് ചെറുതായിട്ടൊന്ന് ഡീവിയേറ്റ് ചെയ്ത് റിഫ്രാക്ഷൻ സംഭവിക്കും. ഓക്കെ, അടുത്ത് നമുക്ക് ഐറിസിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് നോക്കാം. ഐറിസ് എന്ന് പറയുന്നത് ഒരു മസ്കുലാർ ഡിസ്ക്കാണ്. പ്യൂപ്പിളിൻ്റെ സൈസിനെ കൺട്രോൾ ചെയ്യുന്നത് ഈ മസ്കുലാർ ഡിസ്ക്കാണ്. നമ്മൾ മങ്ങിയ പ്രകാശത്തിൽ നിൽക്കുമ്പോൾ പ്യൂപ്പിളിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യും.
പ്യൂപ്പിളിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യുന്നത് കാരണം കൂടുതൽ പ്രകാശം കണ്ണിനുള്ളിലേക്ക് പ്രവേശിക്കും. അതുപോലെ ബ്രൈറ്റ് ലൈറ്റിലായിരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും പ്യൂപ്പിളിൻ്റെ സൈസ് ഡിക്രീസ് ചെയ്യും. പ്യൂപ്പിളിൻ്റെ സൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ കണ്ണിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന ലൈറ്റിൻ്റെ അളവും കുറയും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഐറിസാണ് പ്യൂപ്പിളിൻ്റെ സൈസിനെ ഇൻക്രീസ് ചെയ്യുന്നതും ഡിക്രീസ് ചെയ്യുന്നതും. അങ്ങനെ ഇൻക്രീസ് ചെയ്യുകയും ഡിക്രീസ് ചെയ്യുകയും ചെയ്യുന്നതിലൂടെ ഉള്ളിലേക്ക് കടക്കുന്ന പ്രകാശത്തിൻ്റെ അളവിനെ നിയന്ത്രിക്കാനും കണ്ണിന് കഴിയുന്നു. നല്ല പ്രകാശമുള്ള സ്ഥലത്ത് നിന്നും മങ്ങിയ വെളിച്ചത്തിലേക്ക് നമുക്ക് പെട്ടെന്ന് പ്രവേശിക്കുന്ന സമയം ഒരല്പസമയം കാഴ്ചയ്ക്ക് കുറച്ച് ഉണ്ടാകുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും അല്ലേ? അതിനുള്ള കാരണം നമ്മൾ ബ്രൈറ്റ് ലൈറ്റിലായിരിക്കുമ്പോൾ പ്യൂപ്പിളിൻ്റെ സൈസ് കണ്ടോ ചെറുതാണ്. ഇനി പെട്ടെന്ന് നമ്മൾ ഡിം ലൈറ്റിലേക്ക് പ്രവേശിക്കുന്ന സമയം പ്യൂപ്പിളിൻ്റെ സൈസ് വലുതാകും. ഇങ്ങനെയുള്ള സഡൻ അഡ്ജസ്റ്റ്മെൻറ്റാണ് ഒരല്പസമയത്തേക്ക് നമുക്ക് ആ ഡിഫിക്കൽട്ടി ഉണ്ടാകാനുള്ള കാരണം. ഓക്കെ, അടുത്ത പാർട്ട് എന്താണെന്ന് നോക്കാം. നമുക്ക് അടുത്ത് പഠിക്കാനായിട്ട് പോകുന്നത് ഐലൻഡ്സിനെ കുറിച്ചാണ്. ഐലൻഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസ്പാരൻറ്റ് ക്രിസ്റ്റലൈൻ ലെൻസാണ്. നമുക്ക് ഐറിസിന് തൊട്ട് പിന്നിലായിട്ട് നമുക്ക് കാണാൻ പറ്റും വളരെ ട്രാൻസ്പാരൻ്റ് ആയിരിക്കുന്ന ഒരു ലെൻസ്. ഇത് നിർമ്മിച്ചിരിക്കുന്നത് ക്രിസ്റ്റലൈൻ പ്രോട്ടീൻസ് കൊണ്ടാണ് ഐ ലെൻസ് നിർമ്മിച്ചിരിക്കുന്നത്. അതിൻ്റെ ഷേപ്പ് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, അത് മിഡിൽ ഭാഗം കുറച്ച് തിക്കാണ്. അതുകൊണ്ട് തന്നെ ഈ ലെൻസ് ഒരു കോൺവെക്സ് ലെൻസാണ്. ഓക്കെ, നമുക്ക് പല ഡിസ്റ്റൻറ്റിലെ ഓബ്ജക്റ്റിനെയും നോക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കണ്ണ് എങ്ങനെയാണ് ആ ഓബ്ജക്ട്സിനെ ഫോക്കസ് ചെയ്യുന്നതെന്ന് നോക്കാം. ഡിസ്റ്റൻറ്റ് ഓബ്ജക്റ്റിനെ നോക്കുമ്പോഴും നിയർ ബൈ ഓബ്ജക്റ്റിനെ നോക്കുമ്പോഴും ഈ ഐ ലെൻസിലുണ്ടാകുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇനി വളരെ ദൂരെയുള്ള ഒരു ഓബ്ജക്റ്റിനെ നോക്കുന്ന സമയം കണ്ണിൻ്റെ ലെൻസിനുണ്ടാകുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാം. ലെൻസുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന സീലിയറി മസിൽസ് അവിടെ റിലാക്സ്ഡ് ആകുന്നു. സീലിയറി മസിൽസ് റിലാക്സ്ഡ് ആകുന്നത് കാരണം ലെൻസിൻ്റെ തിക്നെസ് കുറയുന്നു. ലെൻസിൻ്റെ തിക്നെസ് കുറയുമ്പോൾ ശരിക്കും ലെൻസിൻ്റെ പവർ കുറയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വളരെ അകലെ നിന്നും വരുന്ന പാരലൽ റേസിനെ കറക്റ്റായിട്ട് റെറ്റിനയിൽ കൺവേർട്ട് ചെയ്യിപ്പിക്കാൻ ലെൻസിന് കഴിയുന്നു. ഓക്കെ, ഇനി വളരെ അടുത്തുള്ള ഓബ്ജക്ട്സിനെ നോക്കുന്ന സമയത്ത് സീലിയറി മസിൽസ് കോൺട്രാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സീലിയറി മസിൽസ് കോൺട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ പിക്ചറിൽ കാണാൻ പറ്റും ലെൻസിൻ്റെ തിക്നെസ് കൂടുന്നു. ലെൻസിൻ്റെ തിക്നെസ് കൂടിക്കഴിയുമ്പോഴേക്കും അതിൻ്റെ പവർ ശരിക്കും കൂടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വളരെ അടുത്തുള്ള ഓബ്ജക്ട്സിൽ നിന്നും വരുന്ന ഡൈവേർജൻറ്റ് റേസിനെ കറക്റ്റായിട്ട് റെറ്റിനയിൽ ഫോക്കസ് ചെയ്യാനും കഴിയുന്നു. ഇങ്ങനെ ശരിക്കും ഒരു ഓട്ടോ ഫോക്കസ് ക്യാമറ പോലെയാണ് നമ്മുടെ കണ്ണ് വസ്തുക്കളെ കറക്റ്റായിട്ട് റെറ്റിനയിൽ ഫോക്കസ് ചെയ്യുന്നത്. പക്ഷെ ക്യാമറയിലാണെങ്കിൽ വസ്തുവിൻ്റെ ഡിസ്റ്റൻസ് അനുസരിച്ച് നമുക്ക് പല ലെൻസും മാറ്റി മാറ്റി യൂസ് ചെയ്യേണ്ടി വരും. കണ്ണിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. നമ്മൾ ഏത് ഡിസ്റ്റൻസിലാണെങ്കിലും അവിടെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കണ്ണ് സിലിയറി മസിൽസിൻ്റെ സഹായത്തോടു കൂടെ അതിൻ്റെ പവറും ഫോക്കൽ ലെങ്തും അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഏത് ഡിസ്റ്റൻറ്റിൽ ഓബ്ജക്റ്റിന് വേണമെങ്കിലും കറക്റ്റായിട്ട് റെറ്റിനയിൽ ഫോക്കസ് ചെയ്യാൻ സാധിക്കും. ഈ പിക്ചറിൽ ഐ ലെൻസിന് പുറകിലായിട്ട് നമുക്കൊരു ചേംബർ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിനെ പറയുന്നത് വിട്രിയസ് ചേംബർ എന്നാണ്. ഈ ചേംബറിനുള്ളിൽ വളരെ ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ജെല്ല് പോലുള്ള ഒരു ഫ്ലൂയിഡ് നിറഞ്ഞിരിക്കുകയാണ്. ഈ ഫ്ലൂയിഡിനെ പറയുന്നത് വിട്രിയസ് ഹ്യൂമർ എന്നാണ്. ശരിക്കും ഈ വിട്രിയസ് ഹ്യൂമറിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഈ ഐയുടെ കറക്റ്റ് സ്പെറിക്കൽ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കുന്നത് വിട്രിയസ് ഹ്യൂമറാണ്. ഐ ലെൻസിൻ്റെയും റെറ്റിനയുടെയും ഇടയ്ക്ക് വരുന്ന കംപ്ലീറ്റ് സ്പേസും നമുക്ക് കാണാൻ പറ്റും ആ ഫ്ലൂയിഡ് കൊണ്ട് ഫില്ല് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് കണ്ണിൻ്റെ ഫ്രണ്ട് പോർഷനിലും ഇതുപോലുള്ളൊരു ഫ്ലൂയിഡിനെ കാണാൻ കഴിയും. ആ ഫ്ലൂയിഡിനെ പറയുന്നത് അക്യൂസ് ഹ്യൂമർ എന്നാണ്. അക്യൂസ് ഹ്യൂമർ ശരിക്കും കാണുന്നത് കോർണിയയ്ക്കും ലെൻസിനും ഇടയിൽ കാണുന്ന ആ സ്പേസിലാണ് അക്യൂസ് ഹ്യൂമർ കാണുന്നത്. ഈ അക്യൂസ് ഹ്യൂമറിനും കളറൊന്നും ഇല്ലാതെ ശരിക്കും ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ളൊരു ഫ്ലൂയിഡ് തന്നെയാണ്. പ്രത്യേകിച്ച് ഫങ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ അത് കണ്ണിനുള്ളിലെ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ഐ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അക്യൂസ് ഹ്യൂമറാണ്. അതുപോലെ തന്നെ ഐക്ക് ആവശ്യമായിട്ടുള്ള നറിഷ്മെൻ്റ് എല്ലാം കൊടുക്കുന്നതും അക്യൂസ് ഹ്യൂമറാണ്.
അക്യൂസ് ഹ്യൂമറും വിട്രിയസ് ഹ്യൂമറും ഒക്കെ ട്രാൻസ്പാരൻറ്റ് ഫ്ലൂയിഡ് ആയിരുന്നില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ണിനുള്ളിലോട്ട് ലൈറ്റ് എൻറ്റർ ചെയ്യുമ്പോൾ ആദ്യം കോർണിയയിൽ വെച്ചിട്ട് ചെറിയ രീതിയിൽ റിഫ്രാക്ഷൻ ഉണ്ടാകും. പിന്നെ ഈ ഫ്ലൂയിഡ്സിലൂടെ എല്ലാം റിഫ്രാക്ഷൻ നടന്നിട്ടാണ് ഫൈനലി റെറ്റിനയിൽ എത്തുന്നത്. അടുത്ത് പറയാൻ പോകുന്നത് കണ്ണിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് റെറ്റിന. റെറ്റിനയെ ശരിക്കും പറയുന്നത് സ്ക്രീൻ ഓഫ് ദ ഐ എന്നാണ്. കാരണം ഇമേജ് ഫോം ചെയ്യുന്നത് റെറ്റിനയിലാണ്. ലൈറ്റ് സെൻസിറ്റീവ് ടിഷ്യൂ ലെയറാണ് റെറ്റിന. ലൈറ്റ് റെറ്റിനയിൽ വീഴുമ്പോൾ ഈ സ്പെഷ്യൽ സെൽസ് ലൈറ്റിനെ ഇലക്ട്രിക് സിഗ്നൽസ് ആക്കി മാറ്റും. ഈ ഇലക്ട്രിക് സിഗ്നൽസ് റെറ്റിനയിൽ നിന്നും നേരെ പോകുന്നത് ബ്രെയിനിലോട്ടാണ്. പക്ഷെ അത് പാസ് ചെയ്യുന്നത് ഓപ്റ്റിക് നെർവ് വഴിയാണ് പാസ് ചെയ്യുന്നത്. റെറ്റിനയിൽ വീഴുന്ന ഇമേജിൻ്റെ നേച്ചർ പറയുവാണെങ്കിൽ റിയലാണ്, ഇൻവേർട്ടഡ് ആണ്, സ്മോൾ സൈസാണ്. എന്നാൽ പ്രോസസ്സിങ്ങിന് ശേഷം ബ്രെയിൻ ഈ ഇമേജിനെ ഓബ്ജക്റ്റിൻ്റേതായിട്ടുള്ള അതേ സൈസിലും ഷേപ്പിലും കളറിലും ഒക്കെ ചേഞ്ച് ചെയ്ത് നമുക്ക് കറക്റ്റ് ഒരു വിഷൻ നൽകുന്നത് ബ്രെയിനിൻ്റെ ഫങ്ഷൻ കാരണമാണ്. റെറ്റിനയുമായിട്ട് കണക്റ്റ് ചെയ്ത് കാണുന്ന ആ പാർട്ടിനെ പറയുന്നത് ഓപ്റ്റിക് നെർവ്. ഓപ്റ്റിക് നെർവ് റെറ്റിനയെ ബ്രെയിനുമായിട്ട് കണക്റ്റ് ചെയ്തിരിക്കുന്നു. എല്ലാ വിഷ്വൽ ഇൻഫർമേഷനെയും ബ്രെയിനിലേക്ക് എത്തിക്കുന്നത് ഓപ്റ്റിക് നെർവാണ്. ഇനി നമുക്ക് പറയാൻ പറ്റത്തില്ലേ, കണ്ണ് ശരിക്കും ഒരു ക്യാമറയെ പോലെയാണ് ആക്ട് ചെയ്യുന്നത്. കണ്ണിലെ കോൺവെക്സ് ലെൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് റിയൽ, ഇൻവേർട്ടഡ് ആൻഡ് സ്മോൾ ഇമേജാണ്. ക്യാമറയെ പോലെ ഒരു സ്ക്രീനിൽ വന്ന് ശരിക്കും ആ ഇമേജ് ഫോളോ ചെയ്യുന്നുണ്ട്. ആ ഇമേജിനെ ഓബ്ജക്റ്റിൻ്റേതായിട്ടുള്ള അതേ സൈസിലും ഷേപ്പിലും കളറിലും ഒക്കെ മാറ്റിയെടുക്കുന്നത് ബ്രെയിനിൻ്റെ ഫങ്ഷൻ കൊണ്ടാണ്. ഇന്നത്തെ വീഡിയോയിൽ ഹ്യൂമൻ ഐയുടെ പാർട്സ്, അതിൻ്റെ ഫങ്ഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അല്ലേ. അടുത്ത വീഡിയോയിൽ നമുക്ക് വിഷൻ ഡിഫക്ട്സിനെ കുറിച്ച് പഠിക്കാം. ഓക്കെ, സി യു, ബൈ.